ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ ഇന്നും നമ്മൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസസിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസാണ് നോക്കുന്നത്. എല്ലാവരും പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നല്ല ഫ്ലൂവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ് ആണല്ലോ, അപ്പം അതുമായിട്ട് പരിചയപ്പെടാം. അപ്പോൾ എളുപ്പത്തിൽ ഫ്ലൂവൻ്റായിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ആദ്യത്തെ സെൻറ്റൻസ് തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വളരെയധികം യൂസ് ചെയ്യുന്ന സെൻറ്റൻസ്. ദയവായി ഇവിടെ നോക്കൂ. അതിനെ എങ്ങനെ പറയാം? ടേക്ക് എ ലുക്ക് പ്ലീസ്. ദയവായി ഇവിടെ നോക്കൂ. ടേക്ക് എ ലുക്ക് പ്ലീസ്. അടുത്തത് നോക്കാം. നിനക്ക് കാണണോ? ഡു യു വാണ്ട് ടു ടേക്ക് എ ലുക്ക്? നിനക്ക് കാണണോ? ഡു യു വാണ്ട് ടു ടേക്ക് എ ലുക്ക്? മിണ്ടാതിരിക്കൂ. സിപ്പ് യുവർ ലിപ്സ്. മിണ്ടാതിരിക്കൂ. സിപ്പ് യുവർ ലിപ്സ്. ഇതിൽ തന്നെ സെൻറ്റൻസിന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സെൻറ്റൻസുകൾ ഇത് തന്നെ ആവണം എന്നില്ല, കാരണം സിറ്റുവേഷൻ അനുസരിച്ച് മാറാം. നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. ഞാൻ സംസാരിക്കുമ്പോൾ ദയവായി എല്ലാവരും ശ്രദ്ധിക്കുക. പ്ലീസ് everybody pay attention when I am speaking. Please everybody pay attention when I am speaking. ഫുട്ബോൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. I am fond of football. ഫുട്ബോൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. I am fond of football. നിയമം ലംഘിക്കരുത്. Don't break the law. നിയമം ലംഘിക്കരുത്. Don't break the law. അടുത്തത്, എൻ്റെ അതേ ഫോൺ തന്നെയാണ് അവനുള്ളത്. ഹി ഹാസ് എ സെയിം ഫോൺ ആസ് ഐ ഹാവ്. എൻ്റെ അതേ ഫോൺ തന്നെയാണ് അവനുള്ളത്. ഹി ഹാസ് എ സെയിം ഫോൺ ആസ് ഐ ഹാവ്. ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യൂ. ഡു ആസ് ഐ ഡു. ഡു ആസ് ഐ ഡു. അടുത്ത സെൻറ്റൻസ് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നടന്ന് കുഴഞ്ഞു. ഐ എം ടയേർഡ് ഓഫ് വാക്കിംഗ്. ഞാൻ നടന്ന് കുഴഞ്ഞു. ഐ എം ടയേർഡ് ഓഫ് വാക്കിംഗ്. നെക്സ്റ്റ് വൺ, രാഷ്ട്രീയം കേട്ട് ഞാൻ മടുത്തു. ഐ എം ടയേർഡ് ഓഫ് ഹിയറിംഗ് അബൌട്ട് പൊളിറ്റിക്സ്. ഐ എം ടയേർഡ് ഓഫ് ഹിയറിംഗ് അബൌട്ട് പൊളിറ്റിക്സ്. ദയവായി ശബ്ദം താഴ്ത്തി സംസാരിക്കൂ. പ്ലീസ് കീപ് യുവർ വോയിസ് ഡൗൺ. പ്ലീസ് കീപ് യുവർ വോയിസ് ഡൗൺ. ആരാ നിന്നെ വിളിച്ചത്? ഹു കോൾഡ് യു. ആരാ നിന്നെ വിളിച്ചത്? ഹു കോൾഡ് യു. ഇനി നീ ആരെയാണ് വിളിച്ചത്? ഹൂം ഡിഡ് യു കോൾ. നീ ആരെയാണ് വിളിച്ചത്? ഹൂം ഡിഡ് യു കോൾ. അടുത്തതായി, ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരുന്നു. ഐ കെപ്റ്റ് ഓൺ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരുന്നു. ഐ കെപ്റ്റ് ഓൺ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അടുത്തതായി, ഇന്ന് ട്രാഫിക് കുറവാണ്. There is less traffic today. There is less traffic today. ഞാൻ നടന്നാണ് ജോലിക്ക് പോകുന്നത്. I walk to work. ഞാൻ നടന്നാണ് ജോലിക്ക് പോകുന്നത്. I walk to work. ഇനി അവൾ വാഹനം ഓടിച്ചാണ് ജോലിക്ക് പോകുന്നത്. She drives to work. അവൾ വാഹനം ഓടിച്ചാണ് ജോലിക്ക് പോകുന്നത്. She drives to work. നമുക്കിന്ന് പുറത്തു നിന്ന് കഴിക്കാം. Let's eat out today. നമുക്കിന്ന് പുറത്തു നിന്ന് കഴിക്കാം. Let's eat out today. ഇനി ഞാൻ വീട്ടിലെത്തിയപ്പോൾ അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ പറയാം? When I reached home, he was asleep. When I reached home, he was asleep. നിങ്ങൾ ഇവിടെ അടുത്തുള്ള ആളാണോ? Are you from around here? Are you from around here? Next one, നിനക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമോ ഇല്ലയോ? Can you come with me or not? നിനക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമോ ഇല്ലയോ? Can you come with me or not? നിങ്ങൾ അമേരിക്കയിൽ പോയിട്ടുണ്ടോ? Have you ever been to America? നിങ്ങൾ അമേരിക്കയിൽ പോയിട്ടുണ്ടോ? Have you ever been to America? ഇനി അതിൻ്റെ ആൻസർ, ഞാൻ ഇതുവരെ അമേരിക്കയിൽ പോയിട്ടില്ല. I have never been to America. ഞാൻ ഇതുവരെ അമേരിക്കയിൽ പോയിട്ടില്ല. ഐ ഹാവ് നെവർ ബീൻ ടു അമേരിക്ക. അടുത്തത് ഒരു പ്രത്യേക സിറ്റുവേഷൻ എൻകറേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെൻറ്റൻസാണ്.
ഒരു വെടിക്കുള്ള മരുന്നൊക്കെ അവൻ്റെ കയ്യിലുണ്ട്. ഹീ സ്റ്റിൽ ഹാസ് സം ഫ്യൂവൽ ലെഫ്റ്റ് ഇൻ ദ ടാങ്ക്. ഹീ സ്റ്റിൽ ഹാസ് സം ഫ്യൂവൽ ലെഫ്റ്റ് ഇൻ ദ ടാങ്ക്. അവൾ കരയാൻ പോകുന്ന പോലെ തോന്നുന്നു. ലുക്സ് ലൈക്ക് ഷീ ഈസ് അബൌട്ട് ടു ക്രൈ. അവൾ കരയാൻ പോകുന്ന പോലെ തോന്നുന്നു. ലുക്സ് ലൈക്ക് ഷീ ഈസ് അബൌട്ട് ടു ക്രൈ. അടുത്തത്, നല്ല അവസരങ്ങൾ എപ്പോഴും ഉണ്ടാകാറില്ല. ഗുഡ് ചാൻസസ് ആർ ഫ്യൂ ആൻഡ് ഫാർ ബിറ്റ്വീൻ. ഗുഡ് ചാൻസസ് ആർ ഫ്യൂ ആൻഡ് ഫാർ ബിറ്റ്വീൻ. അദ്ദേഹം തിരക്കിലാണെന്ന് തോന്നുന്നു. ഹീ സീംസ് ടു ബി ബിസി. അദ്ദേഹം തിരക്കിലാണെന്ന് തോന്നുന്നു. ഹീ സീംസ് ടു ബി ബിസി. അടുത്തത്, നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും കൊണ്ടുവരണോ? ഷുഡ് ഐ ഗെറ്റ് സംതിങ് ഫോർ യു? നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും കൊണ്ടുവരണോ? ഷുഡ് ഐ ഗെറ്റ് സംതിങ് ഫോർ യു? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.